പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു സെക്കൻഡിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ 10 ലക്ഷത്തിലധികം ചിന്തകൾ മിന്നിമറയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഏതെല്ലാം പോസിറ്റീവാണ്, ഏതെല്ലാം നെഗറ്റീവാണ്, ഏതെല്ലാം നമ്മൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ മെമ്മറീസ് ആണ് കാരണം. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും കാരണം, സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും ഈ പെർസെപ്ഷൻസ് ആണ് കാരണം. അതായത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ധാരണകളാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഈ ചിന്തകളിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ ചിന്തകളെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഹ്യൂലൻ്റെ സ്റ്റോറിയിൽ, ജീവിതകഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു തെറാപ്പിസ്റ്റാണ്. അദ്ദേഹം പേഷ്യൻസിനെ കാണാതെയാണ്, അവരുടെ പേഷ്യൻസിൻ്റെ ഫയലുകളിൽ നോക്കിയിട്ടാണ് അദ്ദേഹം ഹീൽ ചെയ്തിരുന്നതെന്ന്. അങ്ങനെ ഹീൽ ചെയ്തിട്ട് ആ ഒരു ഹോസ്പിറ്റൽ തന്നെ മൂടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ എനർജിയെ, നെഗറ്റീവ് എനർജിയാണ് ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻസിൻ്റെയും ഫയൽ നോക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ദേഷ്യം, സങ്കടം, സഹതാപം, സ്നേഹം, അങ്ങനെയുള്ള ഓരോ ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ ഇമോഷൻസ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെമ്മറീസ് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ്. മെമ്മറീസ് ഷെയർ ചെയ്യുന്നത് മൂലം ഉണ്ടായിട്ടുള്ള ഫീലിങ്സാണ് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിലും നമ്മുടെ ലൈഫിലും ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. അതിനായി ഹ്യൂലൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഹോപോനോപോനോ. ഹോപോനോപോനോ എന്നാൽ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ക്ലെൻസിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് അല്ലെങ്കിൽ കറക്റ്റിങ്. ഒരു കാര്യത്തിനെ ചേഞ്ച് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ നെഗറ്റീവ് എനർജിയെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, നമ്മളുടെ നെഗറ്റീവ് എനർജിയെ ഇറാഡിക്കേറ്റ് ചെയ്യുക. അതാണ് ഈ ഹോപോനോപോനോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മെമ്മറീസിനെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. കാർമിക് ക്ലെൻസിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മെമ്മറീസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആ മെമ്മറീസിൽ നിന്നും ഉണ്ടായിട്ടുള്ള പെർസെപ്ഷൻസ് അല്ലെങ്കിൽ ധാരണകൾ, ഇതിൽ നിന്നാണ് നമ്മൾക്ക് ഓരോ തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള തോട്ട്സ് ഈ മെമ്മറീസിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ഫീലിങ്സ് ആണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകൾ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുന്നില്ല. പക്ഷെ വളരെയധികം ഇൻഫർമേഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നല്ല പവറുണ്ട്, പക്ഷേ എ പവർ വിത്തൗട്ട് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ ഒരു അവസ്ഥയിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുന്നില്ല. പക്ഷേ വളരെയധികം മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസിൽ നിന്നും ഉരുത്തിരിയുന്ന കുറേ തോട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് ലെവലിലാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ചെയ്തേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും. ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു രക്ഷാകർത്താവിൻ്റെ രൂപത്തിലാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പം നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിപ്പിക്കുകയും നമ്മൾ ആ ഫീലിങ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനും പഠിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരു ഫീലിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ലെറ്റ് ഗോ ദാറ്റ് ഫീലിങ്സ്, ഒരു ദേഷ്യം, ഒരു സങ്കടം, ഒരു സ്നേഹമില്ലായ്മ, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാനാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കേണ്ടത്. സബ് കോൺഷ്യസ് മൈൻഡിനെ ഹീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ചെറുപ്പത്തിലുള്ള, നമ്മളുടെ കുട്ടിക്കാലത്തുള്ള ഒരു ഫോട്ടോ നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്യുകയും നമ്മൾ ആ ഇന്നർ ചൈൽഡിനെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ട് ആ ഇന്നർ ചൈൽഡിനോടാണ് നമ്മൾ പറയേണ്ടത്, ഇമാജിൻ ചെയ്തുകൊണ്ട് ഐ എം സോറി, എവിടുന്ന് വരുന്നു ഈ ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ഫീലിങ്സ് എവിടുന്ന് വരുന്നു എന്ന് എനിക്കറിയില്ല, ഐ എം സോറി ഫോർ ദാറ്റ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഹോപ്പോണോപോണോയിലുള്ള 4 ഫ്രേസസ് ആണ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു.
അപ്പോൾ അതിൽ ആദ്യത്തെ സോറി നമ്മൾ പറയുന്നത്, നമ്മൾക്കറിയില്ല ഈ തോട്ട്സ് എവിടെ നിന്ന് വരുന്നു, ഈ മെമ്മറീസ് എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഐ ആം സോറി ഫോർ ദാറ്റ്. എൻ്റെ ഉള്ളിലെ എൻവയോൺമെൻറ്റിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള മെമ്മറീസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും കിടക്കുന്നത് കൊണ്ടാണ് ഈ തോട്ട്സ് വരുന്നത്. അത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് ഐ ആം സോറി എന്ന് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനോട് പറയുകയാണ്. പ്ലീസ് ഫോർഗീവ് മീ. ഈ സഫറിങ്സ് എല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് കാരണം കൊണ്ടാണ്. സോ പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് നമ്മൾ താങ്ക് യു പറയുകയാണ്. നമ്മൾ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത്രയെല്ലാം മെമ്മറീസ് ഉണ്ടായിട്ടും ഇത്രയെല്ലാം ഫീലിങ്സ് ഉണ്ടായിട്ടും ഇത്രകാലം നമ്മളെ സംരക്ഷിച്ചതും നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ലേണിങ്സിനും നമ്മൾ താങ്ക് യു പറയുകയാണ്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്. ലാസ്റ്റായിട്ട് നമ്മൾ ഐ ലവ് യു. നമ്മൾ ഇത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചതിന് താങ്ക് യു പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഐ ലവ് യു എന്ന് പറയുന്നതാണ്. ഈ പ്രാക്ടീസ് കൊണ്ട് ഈ നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുകയാണ്. എന്ത് തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും എന്ത് തന്നെ ചാലഞ്ചസ് ഉണ്ടായാലും ഐ വിൽ ബി ദെയർ വിത്ത് യു എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 ഫ്രേസസ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ 4 ഫ്രേസസ് പറയും തോറും പതുക്കെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇല്ലാതായി പോകുന്നതോടൊപ്പം തന്നെ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് മെമ്മറീസും വന്ന് ചേരുന്നതായിരിക്കും. അപ്പോൾ ദറ്റ് നെഗറ്റീവ് എനർജി അവിടെ നിന്ന് ഇല്ലാതെ ആകുന്നതോടൊപ്പം ആ പ്ലേസിൽ പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഗുഡ് എനർജി വിൽ കം ഇൻസൈഡ്. ഗുഡ് എനർജിയോ പോസിറ്റീവ് എനർജിയോ വരുന്നതിനോടൊപ്പം ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഗുഡ് പീപ്പിൾ, നമ്മളുടെ ഗുഡ് വൈബ്രേഷൻസ് ഉണ്ടാകും. നല്ല പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ എല്ലാവരും ഒരു എനർജി നിബിഡമാണ്. നമ്മൾ എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എനർജി മൂലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ എനർജിയെ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴും ക്ലിയർ ചെയ്യുമ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ എനർജിയിലേക്ക് നമ്മൾ അത് പകർന്നുകൊണ്ട് നമ്മൾ അവിടെയും നമ്മൾ പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്തുകൊണ്ട് പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല എൻവയോൺമെൻറ്റ്, നല്ല ആൾക്കാരെല്ലാം നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് പോകും തോറും നമ്മളുടെ എൻവയോൺമെൻറ്റ്സ് നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ഇന്നർ ചൈൽഡിനോട് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുകയാണ്, നെഗറ്റീവ് തോട്ട്സ് തിരിച്ചും വരാതിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് വി ആർ ടെല്ലിങ് അവർ സബ് കോൺഷ്യസ് മൈൻഡ് ടു ലെറ്റ് ഗോ ദാറ്റ്, ടു അക്സെപ്റ്റ് ആൻഡ് ലെറ്റ് ഗോ ദാറ്റ് ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഡോണ്ട് കീപ്പ് എനി ഇൻറ്റൻഷൻസ്. നമ്മൾ ഒരിക്കലും അതിലേക്ക് ഉള്ളിലേക്ക് പോകാതെ നമ്മൾ ആ നെഗറ്റീവ് ഇമോഷൻസിനെ ലെറ്റ് ഗോ ചെയ്തിട്ട്, നെഗറ്റീവ് എനർജിയെ ലെറ്റ് ഗോ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് എനർജി അവിടെ ഫില്ല് ചെയ്ത് വരാനാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹോപ്പോണോപ്പോണോ എന്നുള്ള മാജിക്ക് നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. only 4 phrases we have to use. I am sorry, please forgive me, thank you, I love you. ഇത് വന്നിട്ട് നമ്മുടെ ഉള്ളിൽ എന്തൊരു ഇൻറ്റൻഷൻസിനും പാടില്ല. നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് അല്ല ഇത് ഉപയോഗിക്കേണ്ടത്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് മെമ്മറീസിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും തോറും നമ്മൾക്ക് ചുറ്റുപാടും നല്ല ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. ആ ഗ്യാപ്പിലാണ് തോട്ട്സിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് സാധ്യമാകുന്നത്.